ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കുമ്മായം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനകത്ത് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി. കുളത്തൽ അഗ്രി ഫാമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ നഴ്സറിയിൽ വിതരണം ചെയ്യുന്ന ജൈവവളത്തെ പറ്റിയാണ്. നമുക്ക് ആദ്യം മുതൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഇത് കുമ്മായമാണ്, കക്ക നീറ്റിയെടുത്ത് ഉണ്ടാക്കുന്ന കുമ്മായം. ഇത് നമ്മൾ ഏതൊരു കൃഷി ചെയ്യുമ്പോഴും കുമ്മായം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാൻ വേണ്ടി ഈ പുളിരസം അത് കുറയണമെങ്കിൽ കുമ്മായം ഇട്ടാൽ മാത്രമേ അത് കുറഞ്ഞു കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാരണ ഏത് കൃഷി ചെയ്യുമ്പോഴും 10 ദിവസം മുമ്പ് നമ്മൾ കുമ്മായം വിതറി മണ്ണ് ഒരുക്കിയെടുക്കണം. പച്ചക്കറി നടുവാണെങ്കിലും ശരി, തെങ്ങിനാണെങ്കിലും കവുങ്ങിനാണെങ്കിലും ശരി, കുമ്മായം നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുമ്മായം ഉപയോഗിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞ് മറ്റുള്ള വളങ്ങൾ ഉപയോഗിക്കാൻ പാടും. കുമ്മായം ഉപയോഗിച്ച് അതിൻ്റെ കൂടെ മറ്റ് വളങ്ങൾ ചേർക്കുമ്പോൾ കുമ്മായം മറ്റ് വളങ്ങളെ നിർവീര്യമാക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ നമ്മൾ ഇടുന്ന വളത്തിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെട്ടു പോകും. അത് ചെടിക്ക് അതിൻ്റെ ഗുണം ലഭിക്കാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ കുമ്മായം ഉപയോഗിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞതിന് മാത്രമേ മറ്റു വളങ്ങൾ ചേർക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നൊരു കാര്യം. കുമ്മായത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് വേറൊരു ഐറ്റം അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇത് ഡോളാമേറ്റ് ആണ്. എല്ലാം സെയിം തന്നെയാണ് ഏകദേശം. ഇത് പാറ പൊടിച്ച് കൊണ്ടിരുന്ന സാധനമാണ്, ഈ ഒരു പൗഡർ ആക്കിയിട്ട് കൊണ്ടിരുന്നതാണ്. അത് കുമ്മായത്തിൻ്റെ അതേ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് മഗ്നീഷ്യത്തിൻ്റെ അംശം കൂടുതലുണ്ട് ഇതിനകത്ത്. അത് വളരെ നല്ലതാണ് രണ്ടും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മീല്. ഇത് കൽപ്പകാമീലാണ്. ഇത് പല കമ്പനിയുടെ പല ബ്രാൻഡിൽ അറിയപ്പെടുന്നത്. ഇതിനകത്ത് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, മറ്റ് റബ്ബർ മീല്, ഇത് പല സാധനങ്ങൾ ചേരുന്നതാണ്. ഇത് നമ്മളൊരു ചെടിക്ക് അടിസ്ഥാനപരമായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു വളമാണിത്. തെങ്ങിന് ഉപയോഗിക്കാം, കവുങ്ങിന് ഉപയോഗിക്കാം, റബ്ബറിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനം കൂടുതലാണ്. നല്ല റിസൾട്ടുള്ള സാധനമാണ്. എല്ലാ വിളകൾക്കും നമുക്ക് അടിസ്ഥാന വളമായിട്ട് കൊടുക്കാനും പറ്റും, രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല വളർച്ചയും കായ്ഫലം കിട്ടുന്നതാണ്. തെങ്ങ്, കവുങ്ങ്, പച്ചക്കറി എല്ലാ വിളവൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ജൈവവളമാണ് ഇത് മീലെന്ന് പറഞ്ഞത്. പിന്നെ അടുത്തതായിട്ട് വേറെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹൈ റേഞ്ച് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു വളമാണ്. ഇത് ഗ്രീനെക്സ് ഗോൾഡ് എന്ന് പറയും. ഗ്രീനെക്സ് ഗോൾഡ് ഉപയോഗിക്കുന്നത് അത് ഇതുപോലെ അടിവളമായിട്ടല്ല ഉപയോഗിക്കുന്നത്, കൂടുതൽ നമ്മളല്ലാതെ ഉപയോഗിക്കുന്നതാണ്. ഉണ്ടോ, ഇതിൻ്റെ കളർ തന്നെ മഞ്ഞ കളറാണ്. പലതരം പിണ്ണാക്ക്, മരവട്ടി പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ ആവണക്കം പിണ്ണാക്ക്, പിന്നെ കൂടാതെ മഞ്ഞളിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ചേരുന്നുണ്ട്. ഇത് ചെടിക്ക് വളരെ അത്യുത്തമമാണ്. പെട്ടെന്ന് ഇത് ചെടി വലിച്ചെടുക്കും. ആഗിരണം ചെയ്യാൻ പറ്റാത്ത ഒരു വളമാണിത്. ഇത് നമുക്ക് വേണം വെള്ളത്തിൽ ലയിപ്പിച്ച് ഉപയോഗിക്കാം, പെട്ടെന്ന് ഗുണം കിട്ടും എല്ലാ വിളകൾക്കും. ഇപ്പം ഇത് കവുങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ട് കായ് പൊഴിച്ചൽ വളരെ കുറവുണ്ടെന്നാണ് കൊണ്ടുപോയ കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവർ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് കൊണ്ടുപോകുന്നുണ്ട്. വളരെ അത്യുത്തമമായ വളമാണ്, എല്ലാ വിളകൾക്കും പറ്റിയ വളമാണ്. ഇതിന് വേറെ ഒരു ഇതും ചില പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റ് കീടബാധ എല്ലാം കുറവാണെന്നാണ് പറയുന്നത്. കാരണം ഈ മഞ്ഞളൊക്കെ ചേരുന്നതുകൊണ്ടായിരിക്കും, അതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുന്നതുകൊണ്ടായിരിക്കും മറ്റു കീടബാധകളുടെ ഉപദ്രവം വളരെ കുറവാണ്. അടുത്തായിട്ട് ഉപയോഗിക്കുന്നത് എല്ലുപൊടിയാണ്. എല്ലുപൊടി നമുക്കറിയാം, ഫോസ്ഫറസ് മണ്ണിൽ കുറയുമ്പോൾ നമ്മൾ ഇട്ട് ചേർക്കുന്നതാണ്. ഇത് എല്ലാ വിളകൾക്കും നല്ലതാണ്. എല്ലാ ചെടികൾക്കും അത്യുത്തമമായിട്ടുള്ള വളമാണ്. എല്ലാ ചെടികൾക്കും വേണം, ഈ ഫോസ്ഫറസ് വേണം. അതുകൊണ്ട് എല്ലുപൊടി എല്ലാ വിളകൾക്കും നല്ലതാണ്. ഈ എല്ലുപൊടി സാധാരണ വളങ്ങൾ വലിക്കുന്ന പോലെ പെട്ടെന്ന് വലിച്ചെടുക്കത്തുന്നില്ല, കുറച്ച് താമസമൊക്കെ ഉണ്ടാവും. മറ്റേ ജൈവവളങ്ങൾ വലിച്ചെടുക്കുന്ന പോലെ പെട്ടെന്ന് ഇത് ചെടി ആഗിരണം ചെയ്യപ്പെടില്ല. ഇത് പിന്നെ ഡിയോഡറൈസ് ചെയ്ത് പൗഡറൊക്കെ ഉണ്ട്, അതൊക്കെ വേഗം വലിച്ചെടുക്കും. ഇത് ചതച്ച് പൊടിച്ചു വരുന്ന സാധനമാണ്. ഇത് റബ്ബറിന് ഉപയോഗിക്കുമ്പോൾ റബ്ബറിന് ഉൽപ്പാദനം കൂടുകയും ആ ഉൽപ്പാദനത്തിന് കൂടുതൽ നല്ല കൊഴുപ്പ് കിട്ടുകയും ചെയ്യും. DRC കൂടുതലാണ് റബ്ബറിൻ്റെ പാലിന് ഇത് ഉപയോഗിക്കുമ്പോൾ. ചില കസ്റ്റമേഴ്സ് ഇത് മാത്രം ഉപയോഗിക്കുന്നുണ്ട്, ഈ എല്ലുപൊടി മാത്രം. അവർ നല്ല റിസൾട്ടാണ് പറയുന്നത്. പാലിന് DRC വളരെ കൂടുതലാണ്, അത് നിലനിന്ന് പോകും. ഇപ്പോൾ രാസവളമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ഉൽപ്പാദനം വർദ്ധിക്കും, അതേപോലെ പെട്ടെന്ന് താഴുകയും ചെയ്യും. പക്ഷേ എല്ലുപൊടിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയൊന്നുമില്ല, നല്ല കുറച്ച് നാളത്തേക്ക് നല്ല ഉൽപ്പാദനം കിട്ടും. പിന്നെ ഞാൻ പ്രധാനമായിട്ടും നമ്മൾ ഒരു പരിചയപ്പെടുത്തുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. ഇതാണ് വേപ്പിൻ പിണ്ണാക്ക്.
ഇത് കാണുമ്പം വേപ്പ് പിണ്ണാക്ക് ഉപയോഗിച്ചവരൊക്കെ കാണുമ്പം പറയും ഇത് വേപ്പ് പിണ്ണാക്കല്ല എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. കാരണം ആൾക്കാർ ഇങ്ങനത്തെ വേപ്പ് പിണ്ണാക്ക് കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് വേപ്പെണ്ണ എടുത്ത് അങ്ങനെ പിണ്ണാക്കാക്കുന്നിടത്ത് എടുത്തുകൊണ്ട് വരുന്ന വേപ്പ് പിണ്ണാക്കായത്. കാരണം ഇത് ഞാൻ തന്നെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് എന്താ ഇങ്ങനെ കളർ വ്യത്യാസം മണ്ണ് പോലിരിക്കുന്നൊക്കെ ചോദിച്ചപ്പം അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് ഒരു നുള്ള് എടുത്ത് വായിലിട്ട് നോക്കിക്കുമെന്ന് പറയും. അപ്പം ഭയങ്കര കയ്പാണ്. അതാണ് ഈ വേപ്പുണ്ടാക്കുന്ന പ്രത്യേകത. മറ്റേ സാധാരണ നമ്മൾ വാങ്ങുന്ന വേപ്പുണ്ടാക്കുന്ന ഓവർ സ്മെല്ലില്ല, എന്നാൽ സ്മെല്ലിങ്ങനെ നിലനിന്ന് പോകും. ഇപ്പോൾ പന്നിയൊക്കെ ഉള്ള ഭാഗത്ത് കാട്ടുപന്നി ശല്യം ഉള്ളിടത്ത് കിട്ടി കഴിഞ്ഞാൽ 15 ദിവസത്തേക്കകത്ത് പന്നി വരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം നല്ല പിണ്ണാക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരു 250 ഉപയോഗിച്ചാൽ മതി. കാരണം ഇതിനകത്ത് മായമൊന്നുമില്ല. അപ്പം വില കൂടുതലാണ്. മറ്റു സാധാരണ നമ്മൾ കിട്ടുന്ന വേപ്പിൻ പിണ്ണാക്ക് പോലെ അല്ല ഇത്. നല്ല സാധനമാണ്. നല്ല ചെടികൾക്കൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി, ഗുണം കൂടുതലായിരിക്കും. വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇത് നമ്മുടെ വളമാണ്. പക്ഷേ വളത്തേക്കാൾ ഉപരി വേപ്പിൻ പിണ്ണാക്ക് നല്ലൊരു കീടനാശിനി, ജൈവ കീടനാശിനിയാണ്. കാരണം ഈ മണ്ണിൽ ലഭിക്കാൻ നമുക്ക് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് മിത്രകീടങ്ങളൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിതമായ നിരക്കിലേ ഉപയോഗിക്കാവുള്ളൂ. അതുകൊണ്ട് ഈ നമുക്ക് ആവശ്യമില്ലാത്ത കീടങ്ങളൊക്കെ മണ്ണിലൊക്കെ ഉണ്ട്, അതിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വേപ്പിണ്ണാക്ക് ഉപയോഗിക്കുന്നത്. നല്ലതാണ് വേപ്പിണ്ണാക്ക്. അതുപോലെ ചെതല്, നിരേരി, അതിനൊക്കെ വളരെ അത്യുത്തമമായിട്ടുള്ളൊരു ഇതാണ് വേപ്പിണ്ണാക്ക്. ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്, അത് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നത് ഇങ്ങനത്തെ വേപ്പിൻ പിണ്ണാക്കാണ്. ഇത് ചതച്ച് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ പെല്ലറ്റ് വരുന്നുണ്ട്, ബിസ്ക്കറ്റ് പോലെ അങ്ങനെ വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ കണ്ട അതിൻ്റെ തൊലിയൊക്കെ കാണാം അതിനകത്ത്. മറ്റേ വേപ്പിൻ പിണ്ണാക്കും ഇതും കൂടെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഉണ്ടോ ഇതിനകത്ത് വ്യത്യാസം കണ്ടോ? ഇതാണ് രണ്ടും നമ്മൾ വ്യത്യാസം. ഇത് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇതിനകത്ത് മായമൊന്നുമില്ല, നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റാണ്. ഇത് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ജൈവവളമാണ്. ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന നിർമ്മാണ രീതിയും അതിനെപ്പറ്റി നമ്മുടെ ഇതിൻ്റെ അടിയിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. കാണാത്തവർ അത് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ വളം. ഇത് നമ്മൾ എല്ലാ വിളവുകൾക്കും ഇത് വളരെ നല്ലതാണ്. ഇതിനകത്ത് അനേക കോടാനുകോടി ബാക്ടീരിയകൾ അടങ്ങിയ ഒരു വളമാണ്. നമ്മൾ കാണുമ്പോൾ ചകിരിച്ചോറ് അല്ലെങ്കിൽ അതൊക്കെ പലരും പറയും ചകിരിച്ചോറല്ലേ ഇതെന്താണ്. പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പോഴാണ് ഇതിന് റിസൾട്ട് അറിയുന്നത്. നമ്മൾ ഇത് ചെടിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ഭുതകരമായ ഒരു വളർച്ചയാണ് അതിന് കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സാധാരണ പച്ചക്കറികൾ നട്ട് കഴിഞ്ഞാൽ ആ പച്ചക്കറിക്ക് കുറച്ച് ഉപയോഗിച്ച് നോക്കുക. അതിൻ്റെ ആ ഇലയ്ക്ക് കറുപ്പ് കയറി വരുന്ന വളർച്ചയൊക്കെ പെട്ടെന്നാണിത്. ഇത് വളരെ അത്യുത്തമ വളമാണ്. ഇതിനകത്ത് മുട്ടക്കോഴിയുടെ വളം, ചകിരിച്ചോറ്, ചാണക സ്ലറിയുണ്ട്, വേപ്പ് പിണ്ണാക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ബാക്ടീരിയ വളരാൻ വേണ്ടി നമ്മൾ ഈ ബയോ കോമ്പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പോസ്റ്റിങ് ഒരു ബാക്ടീരിയ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിനെ പൂർണ്ണ തോതിൽ ഇതിനെ വളമാക്കി മാറ്റത്തുള്ളൂ. ഇതിനെപ്പറ്റി ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ ശ്രദ്ധിക്കാൻ പറ്റും. ഇത് പല പ്രോസസ്സിങ് പീരീഡൊക്കെ ഇത് നമ്മൾ വളരെ 2-3 മാസത്തെ ഒരു പ്രോസസ്സിങ് പീരീഡിലാണ് നമുക്കിത് വിതരണത്തിനായിട്ട് തയ്യാറാക്കുന്നത്. ഒരു എല്ലാ ചെടികൾക്കും അത്യുത്തമ വളമാണ്. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കൃഷിഭൂമി അമിതമായ രാസവളങ്ങൾ ഉപയോഗിച്ച് മണ്ണിൻ്റെ ഘടന മാറിയിട്ടുണ്ട്. ഈ മണ്ണിര ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മണ്ണ് സമ്പുഷ്ടമാവുള്ളൂ. മണ്ണിരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണിര ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ വന്ന് ഒരു യു പോലെയാണ്. അതിങ്ങനെ വന്ന് അതിൻ്റെ ഇപ്പുറത്തൂടെ വന്ന് അത് പുറത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വായുസഞ്ചാരം, അതിൻ്റെ ഒരു കുഴൽ പോലെ അതിനകത്ത് വായുസഞ്ചാരം ഒരു ദ്വാരമാണ്. അപ്പോൾ വായുസഞ്ചാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ മണ്ണിര വിസർജിക്കുന്ന ആ മണ്ണെന്ന് പറഞ്ഞാൽ വളരെ ഫലഭൂയിഷ്ടമാണ്. അപ്പം നമ്മൾ ഈ കെമിക്കൽ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിലുള്ള നമുക്ക് ആവശ്യമായ ബാക്ടീരിയകൾ, മണ്ണിരകളൊക്കെ നശിച്ചു പോകും. അതാണ് നമ്മൾ അമിതമായ രാസവളം ഉപയോഗിക്കരുത്. എപ്പോഴും ജൈവവളങ്ങളാണ് ഏറ്റവും മണ്ണിന് അത്യുത്തമം. അതുകൊണ്ട് നമ്മുടെ മണ്ണിൽ എപ്പോഴും ധാരാളമായ ഈ മണ്ണിരകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നമുക്ക് വർദ്ധിക്കും. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്ര ആൾക്കാർ നല്ല ജൈവവളങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.